സ്റ്റിച്ചിങ് സാം വ്ലോഗ്സിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളെല്ലാവരും ഇങ്ങനെ സുന്ദരികളായിട്ട് നിൽക്കുന്നത് ഇന്ന് തൃക്കാർത്തിക ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീടെല്ലാം വിളക്കെല്ലാം വെച്ച് അലങ്കരിക്കാറുണ്ട്. അപ്പോൾ ചേച്ചി ഇന്ന് വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ. 2 ദിവസമായി ചേച്ചി വന്നിട്ട്. അപ്പോൾ ചേച്ചി ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ എന്താണ് അവല് വിളയിച്ചത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ചേച്ചി നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്താ തൃക്കാർത്തിക അപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രമല്ല കേട്ടോ ദീപം അലങ്കരിക്കുന്നത്. നമ്മുടെ ഈ ചുറ്റുപാടുള്ള എല്ലാ വീടുകളിലും ദീപം അലങ്കരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ റോഡിലും എല്ലാം ദീപം അലങ്കരിക്കും. അപ്പോൾ നമുക്ക് ഈ അവല് എങ്ങനെ വിളയിക്കണേന്ന് ചേച്ചിനോടൊന്ന് ചോദിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം അല്ലേ ചേച്ചി? അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അവല് വിളയിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അവല് വിളയിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, നമ്മൾ ഒരു 1/2 കിലോ അവലാണ് വിളയിക്കാൻ പോകുന്നത്. അപ്പോൾ 1/2 കിലോ അവലിന് 1/2 കിലോ ശർക്കരയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കണം. അപ്പോൾ ഇത് ശർക്കര പൊടിച്ച ശർക്കരയാണ് നമുക്കിന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടിയത്. പൊടിച്ച ശർക്കരയാണ്. പിന്നെ ഇതേ നമുക്ക് തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. തേങ്ങ എത്ര കൂടുതലിടണോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതേ കുറച്ച് തൊണ്ട് കളഞ്ഞ കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടിയാണ് കേട്ടോ, തൊണ്ട് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കറിക്കൊക്കെ ഇടുന്ന പീസ് പരിപ്പ് എന്ന് പറയും. നമ്മൾ കറി വെക്കാനും സാമ്പാർ ഉണ്ടാക്കാനും ഒക്കെ ഈ പീസ് പരിപ്പ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊരു 50 ഗ്രാമോളം ഉണ്ട്. പിന്നെ അതായത് നമ്മുടെ നല്ല ജീരകവും കുറച്ച് ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഈ അവല് വിളയിക്കാനായിട്ട്. പിന്നെ നെയ്യുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാറുണ്ട്. നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇനി ഈ ശർക്കര ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ? ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ആക്കാന്നിട്ട് ഇപ്പോൾ തന്നെ നമുക്കിതൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിലുള്ള കല്ലും മണ്ണും കരടൊക്കെ ഉണ്ടെങ്കിൽ അരിക്കുമ്പോഴത്തേനും പൊയ്ക്കോളും. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ ഈ അവലൊന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കാം കേട്ടോ. ഒന്ന് ഇങ്ങനെ നന്നായിട്ട് ചൂടാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നന്നായിട്ട് ഉരുളി ചൂടായതിന് ശേഷം മാത്രമേ അവലിടാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് നല്ല ക്രിസ്പി ആകുമ്പോഴത്തേനും നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ അവല് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ അവല് എന്തോരമാണ് നമ്മൾ എടുക്കുന്നത് അതിനാവശ്യമുള്ള നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കപ്പലണ്ടി ഉണ്ടല്ലോ, നമ്മൾ തൊണ്ട് കളഞ്ഞ് വെച്ചേക്കണം വറുത്ത കപ്പലണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് ഈ നെയ്യിലോട്ടൊന്നിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിം വെച്ച് വേണം ചെയ്യാൻ. ഇനി നമുക്കിത് അങ്ങോട്ട് കോരിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ പീസ് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പീസ് പരിപ്പ് ഞാൻ നന്നായിട്ട് കഴുകി അരിപ്പയിൽ എടുത്ത് വെച്ച് ഇതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ അതേ നമ്മുടെ പരിപ്പ് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം കളർ ചേഞ്ച് വരണ്ട, ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമ്മളുടെ ഈ ശർക്കര ഉരുക്കിയതുണ്ടല്ലോ, ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ ശർക്കരപ്പാനി ഈ പരിപ്പിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ തേങ്ങ ചിരകിയതുണ്ടല്ലോ, ആ തേങ്ങ ചിരകിയതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അവലിട്ട് കൊടുക്കാം കേട്ടോ. അവലൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അവലിട്ട് നമ്മൾ ഇളക്കുമ്പോഴത്തേനും ഒന്നിങ്ങനെ പ്രസ്സും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിങ്ങനെ ഉണ്ട്, ഇങ്ങനെ നമ്മൾ ഇളക്കിയിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ നല്ല ജീരകവും നമ്മുടെ ഏലക്കായയും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടിയും കൂടി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റിന് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇടാം കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതങ്ങോട്ട് ഇട്ടോളണം, അതിനൊന്നും പ്രത്യേകിച്ചൊരു കണക്കില്ല. ഇനി നമുക്ക് ഇത് കണ്ടോ, നമ്മൾ ആദ്യം വറുത്ത് വെച്ച കപ്പലണ്ടി ഉണ്ടല്ലോ, ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇളക്കണ സമയത്തില്ലേ, നമ്മളിങ്ങനെ ഇളക്കുമ്പോഴത്തേനും ഇങ്ങനെ ഇളക്കിയിട്ട് ഇതിങ്ങനെ ഉണ്ടാവും, ഇത് നമ്മുടെ കയ്യിലോണ്ട് ഇതിനിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഈ ശർക്കരയും ഈ നെയ്യും ഇതെല്ലാം ഇതിനകത്തോട്ട് ഈ അവലിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഈ വേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഇളക്കി നല്ലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അതിലാണ് ഇരിക്കണം. നമ്മുടെ കയ്യിലോണ്ട് ഇങ്ങനെ ഈ അമർത്തുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇരിക്കണം. എന്നാലാണ് ഈ അവലിലേക്ക് നമ്മൾ ഈ കൊടുത്ത ഈ നെയ്യും ശർക്കരയും ഏലക്കയും ഇതെല്ലാം അതിൻ്റെ ഫ്ലേവർ എല്ലാം ഇതിലോട്ട് കയറണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അവല് വിളയിച്ചത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ നല്ല മണമൊക്കെ വന്നിട്ട് നല്ല ആ ഏലക്കായുടെയും നമ്മുടെ ജീരകത്തിൻ്റെയൊക്കെ സ്മെല്ല് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നുവാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്നൊന്ന് കഴിച്ച് നോക്കാം അല്ലേ? സൂപ്പർ ടേസ്റ്റ്, അടിപൊളിയായിട്ടുണ്ട്. വെറൈറ്റി ആണ്. ചേച്ചിയാണ് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് ഞാനാണ് ഉണ്ടാക്കിയത്, പക്ഷെ റെസിപ്പി ചേച്ചിയുടെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വേപ്പിലൊക്കെ കടിച്ചപ്പോൾ ഞാൻ ആദ്യം എടുത്ത് വെച്ചതിൽ തന്നെ ഈ വേപ്പിലുണ്ട്, പക്ഷെ വേപ്പില കടിച്ചിട്ട് നല്ല ടേസ്റ്റ് കിട്ടും. ഇതുവരെ ഞാൻ ഈ അവല് വിളയിക്കണതിൽ വേപ്പില ഇട്ടിട്ടില്ല കേട്ടോ ചേച്ചി, പക്ഷെ വേപ്പില കടിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. ഈ പരിപ്പൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പരിപ്പൊക്കെ കടിച്ചിട്ടൊക്കെ നല്ല ടേസ്റ്റ്. അതെ, പിന്നെ നമ്മുടെ ഈ അവല് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണോണ്ട് കിട്ടും. ക്രഞ്ചി അടിപൊളി. നിനക്ക് അമ്മ ഉണ്ടാക്കി തരുമല്ലോ എപ്പോഴും. അപ്പം ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് പണിയുണ്ട്. ഇത് വേഗം ഈ അവല് കഴിച്ചിട്ട് നമുക്ക് വിളക്ക് വെക്കാനുള്ളതാണ്. കാർത്തിക ദീപം അലങ്കരിക്കണമല്ലോ. അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ഇതുണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓക്കെ. അപ്പം നമുക്ക് പെട്ടെന്ന് കഴിച്ചു തീർത്തിട്ട് വിളക്ക് വെക്കാൻ പോകാം. അപ്പോൾ അതേ നമ്മൾ വീട്ടിലെല്ലാം ദീപം അലങ്കരിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതേ ചേച്ചി ഇപ്പോൾ കുറച്ച് ദീപമൊക്കെ എടുത്ത് മേളിലോട്ട് പോവാണ്. നമ്മുടെ വീടിൻ്റെ മേളിൽ ദീപമൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അതേ ഞാനും ചേച്ചി എൻ്റെ കയ്യിൽ ഇത് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഞാനതും കൊണ്ട്
അതിപ്പോൾ മുകളിലോട്ട് പോവാണ് നമ്മുടെ ബാൽക്കണിയിലൊക്കെ വെക്കാനായിട്ട്. അതേ പാർക്കുട്ടി ഞങ്ങളുടെ ഒപ്പം വരണുണ്ട്. അതെ ഞങ്ങളിവിടേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ അങ്ങോട്ടൊക്കെ നോക്കിയാൽ എല്ലാവരും വെക്കുവാണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ എല്ലാവരും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും വേഗം വെച്ച് തുടങ്ങി. ഇങ്ങനെ കണ്ടോ, റോട്ടിലൊക്കെ എല്ലാവരും വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ മതിലിലൊക്കെ തിരിക്കാറുണ്ട് കേട്ടോ. അതിപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ അവിടെയും എല്ലാവരുടെയും വീടിൻ്റെ മതിലിലൊക്കെ വെച്ചിട്ടുണ്ട് ചിരാത് എല്ലാവരും തെളിച്ചിട്ടുണ്ട്. അതേ നമ്മുടെ വീട്ടിലാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ കണ്ടോ. അതേ റോട്ടിൽ എന്ത് ഭംഗിയല്ലേ. ഇങ്ങനെയാണ് ഇവിടെ എപ്പോഴും കാർത്തികയ്ക്ക് ഇങ്ങനെയൊക്കെയാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതേ വിളക്കെല്ലാം തെളിച്ച് വിഷമിച്ച് പിള്ളേരൊക്കെ അതേ വെള്ളം കുടിക്കാൻ തുടങ്ങി. ശ്രീകുട്ടനൊക്കെ വെള്ളം കുടിക്കണേ അവനൊക്കെ. അമ്മ അതെ ആകെ വിഷമിച്ച്. അമ്മയുടെ ഇതെല്ലാം ഒരുക്കി തന്നത്, ഈ ചിരാതിൽ തിരിയും എണ്ണയെല്ലാം ഒഴിച്ച് ഒരുക്കി തന്നത് അമ്മയും അമ്മൂമ്മയൊക്കെ ആണ്. ഞങ്ങൾ ഇതെല്ലാം എല്ലാ സ്ഥലത്തും കൊണ്ട് വെക്ക മാത്രമാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വിഷമിപ്പോൾ. അതേ പാറുക്കുട്ടി മാത്രം ടയേർഡായിട്ടില്ല ഇപ്പോഴും. പാറുക്കുട്ടി ഇപ്പോഴും ഓരോന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി നമ്മുടെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാൻ, നമ്മുടെ വീടൊക്കെ ഒന്ന് ഇങ്ങനെ പിടിക്കുവാണ്. കണ്ടോ നല്ല ഭംഗിയാണ്, എന്ത് രസമാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. കണ്ടോ എന്ത് ഭംഗിയല്ലേ. എല്ലാവരും ഒരേ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ ഇവിടെ എല്ലാവരും വിളക്കെല്ലാം വെച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ടയേർഡായിട്ട് ഇങ്ങനെ ഇറാത്തിരിക്കുകയാണ്. നമ്മുടെ പുറത്തെല്ലാവരും സ്റ്റെപ്പിലിങ്ങനെ ഇരിക്കുക. പാറുക്കുട്ടി അപ്പോഴും ഇങ്ങനെ ഓരോ ചിരാത് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ അതേ സെൽഫിയൊക്കെ എടുക്കുകയാണേ. എല്ലാവരും ഫോണിൽ സെൽഫിയൊക്കെ എടുക്കണം. അപ്പോൾ അതേ പിള്ളേരൊക്കെ ഓടിയൊക്കെ നടക്കാറുണ്ട് എല്ലാ സ്ഥലത്തും. അതേ ഉണ്ണിക്കുട്ടൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ സെൽഫിയൊക്കെ എടുത്തു. എല്ലാവരുടെയും ഫോണിൽ എല്ലാവരും സെൽഫിയൊക്കെ ഇങ്ങനെ എടുക്കുവാണ്. അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വിളിച്ചിട്ട് വേണ്ട ഞാൻ വന്നില്ല എന്നെ പിടിക്കണ്ട എന്നിട്ട് ഞങ്ങൾ നിർബന്ധിച്ചു കൊണ്ടുവന്ന് നിർത്തിയേക്കണാണ്. അപ്പോൾ ഒത്തിരി വിഷമത്തോടുകൂടി ഇങ്ങനെ നിൽക്കണം. അയ്യോ ഞങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുവന്നാണ് അമ്മൂമ്മേനെ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ എനിക്ക് പോകണമെന്നും പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അമ്മൂമ്മയുടെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കാർത്തിക ദീപം എല്ലാം അലങ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തില്ലേ കുട്ടികളൊക്കെ? പിള്ളേരെല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഇവിടെ എല്ലാവരും വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടെല്ലാം അലങ്കരിച്ച് ചേച്ചി നല്ല ഭംഗി ഉണ്ടായിരുന്നില്ലേ ചേച്ചി? ഇവിടെ നമ്മുടെ റോഡും എല്ലാം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അവല് വിളയിച്ചത് അടിപൊളിയായിരുന്നു. നല്ല പിള്ളേർക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ വിളക്കെല്ലാം അലങ്കരിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിൽ വലിയ താങ്ക്സ് ഉണ്ട്. അപ്പോൾ വേറെ എന്താ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം കേട്ടോ. ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രം പോരാ,